ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവർ എന്ന വിശേഷണം ചേരുന്ന രണ്ട് പ്രതിഭകളാണ് റൊണാൾഡോയും മമ്മൂട്ടിയും. കരിയറിന്റെ ആദ്യകാലങ്ങളിൽ രണ്ടുപേരും മാറ്റി നിർത്തലിന്റെ വേദന ആവോളം അനുഭവിച്ചിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് റൊണാൾഡോ ഇംഗ്ലീഷ് ലീഗിൽ ബൂട്ട് കെട്ടേണ്ടതായിരുന്നു. പോർച്ചുഗീസ് ലീഗിൽ തിളങ്ങി നിൽക്കെ 16-ാം വയസ്സിൽ ലിവർപൂളുമായി ഏതാണ്ട് കരാറിലെത്തിയതുമാണ്. എന്നാൽ തീരെ ചെറുപ്പമാണെന്നും ഇനിയും കളി മെച്ചപ്പെടാനുണ്ടെന്നും പറഞ്ഞ് ലിവർപൂൾ അവസാനം റൊണാൾഡോയെ തഴഞ്ഞു. സ്വരം കൊള്ളില്ലെന്ന് വിധിച്ച് ചിലർ ആദ്യകാലത്ത് സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യാൻ മമ്മൂട്ടിയെ അനുവദിച്ചിരുന്നില്ല. കാലം തൊടാൻ മടിക്കുന്ന ഇരുവരുടെയും ഉടലുകൾ പലവട്ടം പഠനവിധേയമായിട്ടുണ്ട്. നിത്യവും മണിക്കൂറുകൾ ജിമ്മിൽ ചെലവഴിക്കുന്ന, മദ്യപാനമെന്ന ദുശീലത്തെ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്ന, ഒരു ടാറ്റു സൂചി കൊണ്ടുപോലും മുറിവേൽപ്പിക്കാതെ സ്വന്തം ശരീരത്തെ അങ്ങേയറ്റം പരിചരിക്കുന്ന റൊണാൾഡോ 40-ാം വയസ്സിലും ഒരു 20-കാരന്റെ ശാരീരികക്ഷമതയും മനോബലവും കാത്തുസൂക്ഷിക്കുന്നു. അതുപോലെ ഒരു അഭിനേതാവിന്റെ ഏറ്റവും വലിയ സ്വത്ത് സ്വന്തം ശരീരമാണെന്ന് തിരിച്ചറിഞ്ഞ് ഭക്ഷണക്രമത്തിലും വ്യായാമ മുറകളിലും കണിക്ഷമായ അച്ചടക്കം പാലിച്ചു. പ്രായത്തിന്റെ കടന്നുകയറ്റം മമ്മൂട്ടിയും മന്ദഗതിയിലാക്കി. സ്വയം നവീകരിക്കുന്ന മമ്മൂട്ടിയും റൊണാൾഡോയും തമ്മിലുള്ള സാമ്യത എത്ര വലുതാണ്.